പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം തുടരുകയാണ്. സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കാൻ പോവുകയാണ്. അതേസമയം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, അഭിമാനത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര. അത് ഇന്ന് ഉണ്ടാകും എന്നുള്ളതായിരുന്നു പദ്ധതി തീരുമാനം. ഇന്ന് ഇന്ത്യൻ സമയം 5:30 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് അവർ യാത്ര തിരിക്കും എന്നുള്ളതാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഇന്നലെയായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആ യാത്ര മാറ്റിവെച്ചു. ഇന്നിപ്പോൾ ഈ റോക്കറ്റിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യം മൂലം വീണ്ടും ആ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏതായാലും അതടക്കം ഒരുപാട് വാർത്തകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. നമുക്കെല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്നില്ല. ആക്സിയം 4 വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. റോക്കറ്റിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനായില്ലെന്ന് വിശദീകരണം. നാളെ വിക്ഷേപണം നടത്താൻ സാധിച്ചേക്കുമെന്ന് കെനഡി സ്പേസ് സെന്റർ. നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയാൽ വോട്ടുകൾ ചോരുമെന്ന് UDFന് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതൃപ്തി പരസ്യമാക്കുന്നത് ലീഗ് വിരുദ്ധർ. വിമർശനം തള്ളി ലീഗ്. പുറംകടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീയണയ്ക്കാൻ തീവ്ര ശ്രമം തുടരുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ പുലർച്ചെ വരെ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല. തീ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുന്നതും പ്രതിസന്ധി. കടലിൽ വീണ കണ്ടെയ്നറുകൾ ഇന്നോ നാളെയോ തീരത്തടിയാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കെനിയയിൽ അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം. മരിച്ചത് പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികൾ. മഴ വീണ്ടും ശക്തമാകുന്നു. വരുന്ന 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. ശ്രീചിത്ര ആശുപത്രിയിലെ പ്രതിസന്ധി പരിഹരിച്ചു. കാത്ത് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ എത്തിച്ചത് അമൃത് ഫാർമസി വഴി. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഒരാഴ്ചയ്ക്കകം നടത്തും. ആലപ്പുഴ പുളിങ്കുന്നിലെ സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകം. 2 സുഹൃത്തുക്കൾ പിടിയിൽ. മരണത്തിന് ഇടയാക്കിയ തലച്ചോറിലെ അണുബാധ തലയ്ക്കടിയേറ്റത് മൂലം. മുൻവൈരാഗ്യം തീർത്തതെന്ന് മൊഴി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന കൊളംബിയയും ബ്രസീൽ പരാഗ്വേയും നേരിടുന്നു. ബ്രസീൽ മുന്നിൽ, അർജന്റീന പിന്നിൽ. പതിവ് പോലെ നമ്മൾ ആദ്യം നിലമ്പൂരിലേക്കാണ് പോകുന്നത്. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 8 നാൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDFന് ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇത് UDF വിജയത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വാദം. എന്തായാലും ഇന്ന് അടക്കം നിലമ്പൂരിൽ ഇനി ചർച്ചയാകാൻ പോകുന്ന പ്രധാന വിഷയം ഇത് തന്നെയാണ്. നമുക്കിടെ സ്പെഷ്യൽ ഷോയുമായി ഞങ്ങളുടെ പ്രതിനിധികൾ നിലമ്പൂരിൽ നിന്ന് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് സമയം കളയാതെ അവരിലേക്ക് തന്നെ പോകാം. രഞ്ജിത്ത് രാമചന്ദ്രനും CV അനുമോദും VV അരുണും നമുക്കൊപ്പം ചേരും. ആദ്യം രഞ്ജിത്ത് രാമചന്ദ്രനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും ചർച്ചയാകുന്ന സ്ഥലമാണ്. അത്തരത്തിൽ പ്രചരണം ഇങ്ങനെ ചൂടേറിക്കൊണ്ടിരിക്കുന്നു. പല പല വിവാദങ്ങളും, പല പല വിഭാഗീയ നീക്കങ്ങൾ, വിള്ളലുകൾ, അതിൻ്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചാരണം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന വിഷയമെന്ന് പറയുന്നത് ഈ സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്ന ഒരു പുതിയ വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കം കടന്നുകൊണ്ട് നമുക്ക് ഷോ ആരംഭിക്കാം അല്ലേ? തീർച്ചയായും വെരി വെരി ഗുഡ് മോർണിംഗ് ആര്യ. ഞാനുള്ളത് നിലമ്പൂർ ടൗണിലാണ്. ഇവിടെ ഈ സമീപ പ്രദേശത്ത്
തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടും ചൂരുമാണ്. ഞാനിവിടെ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം വലിയ ആവേശത്തോടെ ജനം സ്വീകരിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ ശ്രദ്ധയും നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ UDFന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലമാണ്, പ്രത്യേകിച്ചും അൻവറിന്റെ നിലപാടുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അന്ന് കണക്കുകൂട്ടി നോക്കിയപ്പോൾ. പക്ഷേ പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. ഒറ്റയ്ക്ക് അൻവർ മത്സരിക്കുന്നു. സ്വരാജ്, LDFന്റെ കരുത്തനായ സ്വരാജ് ഇവിടെ മത്സരിക്കാനായി എത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതോടുകൂടി കളം മാറുകയാണ്. ഈ മത്സരിച്ച്, അതായത് UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും ബോർഡുകളും മറ്റും ഈ മണ്ഡലമൊട്ടാകെ നിറഞ്ഞ പശ്ചാത്തലമുണ്ട്. അങ്ങിങ്ങ് അൻവറിന്റെ ചില പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ കാണാം. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഓഫീസുകൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഓഫീസുകളും ഇവർ രാവിലെ മുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസുകളും മറ്റും തൊട്ടടുത്തായി തന്നെയാണ്, അടുത്തടുത്തായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നിലമ്പൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, രാവിലെ തന്നെ ഏറെ സജീവമായ ഒരു ടൗൺ ആണ് എന്നുള്ളതാണ്. വളരെ സജീവമായ തൊഴിലാളികളായാലും മറ്റുള്ളവരായാലും കച്ചവടക്കാരായാലും ഒക്കെ ഇവിടെ സജീവമായി തന്നെ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെയൊക്കെ ഈ സമയത്തൊക്കെ ആളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ ഷോപ്പുകളൊക്കെ തുറന്നിരിക്കുന്നു. ഒരുപാട് സജീവമായ കടകളും ആളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങി വരണം. നിലമ്പൂരാണല്ലോ ആര്യ നമ്മുടെ വിഷയം. എന്നോടൊപ്പം അനുമോദും VV അരുണുമുണ്ട്. ഇന്നലെ മുതൽ നമ്മൾ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പിന്തുണയുമായി ബന്ധപ്പെട്ടാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി LDF എടുത്തിട്ടുണ്ട്. മഴവിൽ സഖ്യമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇന്നലെ മുതൽ നമ്മൾ മിനിഞ്ഞാന്ന് പുറത്തുവിട്ട വാർത്തയായിരുന്നു വലിയ ചർച്ചയായി രാഷ്ട്രീയ കേരളം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ചും നിലമ്പൂരുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടായി. ആ PDP പിന്തുണ LDFന് നൽകിയതാണ്. അതിന് വിരുദ്ധമായി UDF പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് വർഗീയ കക്ഷി എന്ന കാര്യത്തിലുള്ള ചർച്ചയും സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. UDF ആണോ, PDP ആണോ, വെൽഫെയർ പാർട്ടിയാണോ വർഗീയ കക്ഷി തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റും ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ സജീവമായി തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. അത് പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും സുന്നി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പിന്തുണ പലപ്പോഴും UDFുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രധാനപ്പെട്ട പ്രതികരണം അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വോട്ടുകൾ UDFിലേക്ക് പോയാൽ, അത് പരസ്യമായി വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ UDF സ്വീകരിക്കാൻ ഒരുങ്ങിയാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മോടൊപ്പം ഞാൻ അനുമോദിലേക്ക് പോകണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ കൃഷ്ണദാസ്, BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്. ശ്രീ കൃഷ്ണദാസ്, നടത്തം ഇങ്ങനെ പതിവാണോ? രാവിലത്തെ നടത്തം പതിവായിട്ടുള്ളതാണ്. അതിന് ആ നടത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ന്യൂസ് 18 ഇങ്ങനെ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണല്ലോ. എന്റെ രാവിലത്തെ നടത്തത്തില് ഇതേ ഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിന്റെ മുമ്പിൽ ഈ ഡ്രസ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ന്യൂസ് 18 ആണ് എന്റെ ഈ പ്രഭാത സവാരി റിപ്പോർട്ട് ചെയ്തു. ഈ യാത്രകൾ തുടർച്ചയായിട്ടുണ്ടല്ലോ, എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോകണം. അപ്പൊ എല്ലാ സമയത്തും ഈ നടത്തം ഉള്ളതാണോ? തീർച്ചയായും എനിക്ക് സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ യാത്ര ഇല്ലാത്ത സമയത്ത് നടത്തം എന്റെ ഒരു മസ്റ്റാണ്. അപ്പൊ അത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലേ? ആരോഗ്യ സംരക്ഷണം പ്രധാനമാണല്ലോ. ശരീരമാദ്യം ഖലു ധർമ്മ സാധന. ധർമ്മം സംരക്ഷിക്കണമെങ്കിൽ ശരീരം വേണം. എന്തായാലും വലിയ സന്തോഷം ഇങ്ങനെ കണ്ടതിൽ. ഇത് വലിയ ഒരുപാടുകൾക്ക് പ്രചോദനമാകും. കാരണം നിങ്ങൾക്ക് ഈ സമയക്കുറവുള്ള ആളുകളും ഇതിനുവേണ്ടി ഇറങ്ങുന്നുള്ളത്. നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. നിലമ്പൂരിൽ അല്ലെ, കുറച്ച് ദിവസമായുള്ള ചർച്ച ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടാണ്. ഇവിടെ മഴവിൽ സഖ്യമാണ് എന്ന MV ഗോവിന്ദന്റെ. അതായത് നമുക്കറിയാം, PDP LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം UDFനെതിരാകുന്നു ഇത്തരം പിന്തുണകൾ വരുമ്പോൾ എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ BJP ഇതിനെ കാണുന്നത്? അതായത് ഈ വളരെ അപകടകരമായിട്ടൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക. കേരളം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്നതല്ല, കേരളത്തിന്റെ നാളത്തെ കേരളത്തെ, അതിന്റെ സാമുദായിക അന്തരീക്ഷത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ, സുരക്ഷിതത്തെ ബാധിക്കുന്ന ബാന്ധവത്തിലാണ് LDF UDFും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തീവ്രവാദ സംഘടനകളെ, ഭീകരവാദ സംഘടനകളെ അവരുമായിട്ട് പരസ്യമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യം CPM ഉണ്ടാക്കിയിരിക്കുന്നു,
അതുപോലെ കോൺഗ്രസും ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ് കോൺഗ്രസിന്റെ സഖ്യം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മതരാഷ്ട്രവാദമാണ് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം. അത് ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന, അത് ആത്യന്തികമായി ലക്ഷ്യമായി കണക്കാക്കുന്ന, നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി PDPയുമായിട്ടാണ് സഖ്യം. PDPയെ കുറിച്ച് പണ്ടെന്താ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം പറഞ്ഞത്? PDP ഒരു തീവ്രവാദ സംഘടനയാണ്, അവരെ പിടിച്ച് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചത് അഭിമാനകരമായ നേട്ടമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി E.K. നായനാർ അടക്കം പറഞ്ഞത്. അവർക്ക് എപ്പോൾ മാറ്റം വന്നത്? ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞു PDP ഇപ്പം നല്ലതാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശൻ പറഞ്ഞു ഇപ്പം ജമാഅത്ത് ഇസ്ലാമി നല്ല സംഘടന. പക്ഷേ ഈ ദേശവിരുദ്ധ സംഘടനയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷെ ഇതിനെതിരായിട്ട് ഈ ദേശവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിനും സഹകരണത്തിനും എതിരായിട്ട് ഒരു ജനവികാരം ഉയരുന്നുണ്ട്. അത് BJPക്കും NDAക്കും അനുകൂലമാണ്. ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം. തീർച്ചയായും നന്ദി ശ്രീ കൃഷ്ണദാസ്. അദ്ദേഹം നടത്തത്തിന്റെ തിരക്കിലാണ്. നമുക്ക് ഇനി നമ്മുടെ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDF ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. നമ്മളോട് അവർ അനുമോദനോട് സംസാരിച്ചിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. പക്ഷേ ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തരം സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചാലും അത് UDFന്റെ സാധ്യതകളെ ബാധിക്കില്ലെന്നും ലീഗിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു വിള്ളലും ഉണ്ടാകില്ലെന്നും ലീഗും അവകാശപ്പെടുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDFന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ. ഞങ്ങളതിന് റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് EK വിഭാഗം യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വ്യക്തമാക്കി. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ. EK AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, ന്യൂസ് 18, നിലമ്പൂർ. ഏതായാലും വോട്ടെണ്ണത്തിന്റെ കാര്യത്തിലുള്ള തർക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ 3000 വോട്ടുകൾ വരെ ജമാഅത്തെ വെൽഫെയർ പാർട്ടിക്കുണ്ട് എന്ന് പറയുന്നു. തങ്ങൾക്ക് 50,000 വോട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നു. വിജയപരാജയത്തെ സ്വാധീനിക്കാൻ നിലമ്പൂരിൽ നമുക്കറിയാം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നിടത്ത് ചെറിയ ശതമാനം വോട്ടുകൾ മാത്രം മതി. CV അനുമോദും BV അരുണും എന്നോടൊപ്പം ചേരുകയാണ്. അനുമോദ്, നേരത്തെ പറഞ്ഞതുപോലെ 50,000-ഓളം വോട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദം, അതിൽ വലിയ വിഭാഗം വോട്ടുകൾ പരമ്പരാഗതമായി ലീഗിന് ചെയ്യുന്ന സംവിധാനം,
അപ്പുറത്തെ 3000 വോട്ടുകൾക്ക് വേണ്ടി എന്തിന് നിങ്ങൾ പോകുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. എത്ര ആയാലും 3000 ആയാലും 2000 ആയാലും 1000 ആയാലും വലിയ ഏറ്റവും പുതിയ വിലയിരുത്തലനുസരിച്ച് ചെറിയ വോട്ടുകൾക്ക് മാത്രം ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? UDF ഈ പിന്തുണ നേടിയതോടുകൂടി വെട്ടിലായിരിക്കുകയാണോ, അതോ ഇത് പാച്ചപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലീഗിനടക്കമുണ്ടോ എന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ ഒരു വോട്ടിൻ്റെ ശതമാനക്കണക്ക് എണ്ണക്കണക്കിന് അടിസ്ഥാനമാക്കി വേണം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുവാൻ. ഇവിടെ 2,32,000-ലധികമാണ് ഏറ്റവും പുതുക്കിയ വോട്ടർ. പക്ഷേ അത് സർക്കാരിൻ്റെ കണക്കിലുള്ള പട്ടികയാണെങ്കിലും ശരാശരി നിലമ്പൂരിൽ പോൾ ചെയ്യുന്നത് 1,80,000-ഓളം വോട്ടുകളാണ്. അതിൻ്റെ ഒരു പാറ്റേൺ 60-70 ഇടയ്ക്കാണ് ശതമാനക്കണക്കിലാണ് വരുന്നത്. അതിൽ തന്നെ UDF കണക്കാക്കുന്നത് അവർക്ക് 80,000-ലധികം വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 80,000-ലധികം വോട്ടുകൾ നേടി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും മികച്ച ഒരു പ്രകടനമുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാറ്റേണാണ്, അത് നമുക്ക് ഇതുമായിട്ട് താരതമ്യം ചെയ്യാനാവില്ല. അപ്പോൾ അത്തരത്തിൽ 80,000-ഓളം വോട്ടുകളിൽ 40,000-ലേറെ വോട്ടുകൾ ലീഗിൻ്റേതായിട്ടുണ്ട്. അതിൽ ലീഗ് അനുഭാവികളുടേതും അല്ലെങ്കിൽ ലീഗിൻ്റെ പരസ്യമായിട്ട് ഒപ്പം നിൽക്കാത്ത എന്നാൽ വിവിധ മതസംഘടനകളുടെയും ഒക്കെ വോട്ടുകളുണ്ട്. ഈ LDF-നാണെങ്കിൽ 60,000-70,000 ഇടയ്ക്കുള്ള വോട്ടുകളാണ് അവർ ലക്ഷ്യമിടുന്നത്. അവിടെ ഒരു വ്യത്യാസം വരുന്നത് ഈ 5,000-നും 10,000-നും ഇടയിലാണ്. ആ 5,000-10,000 പാച്ചപ്പ് ചെയ്യാനാണ് LDF എപ്പോഴും ഇടതുപക്ഷ സ്വതന്ത്രന്മാരെ കൊണ്ട് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ശതമാനക്കണക്കിലേക്കാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരമാവധി 2,500-3,000 വോട്ടുകൾ ഉള്ള വെൽഫെയർ പാർട്ടി മണ്ഡലത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിക്ക് പരമാവധി 3,000 വോട്ടുകളാണെങ്കിൽ ഇവിടെ സമസ്ത EK വിഭാഗം സമസ്തയ്ക്ക് തന്നെ 25,000-നും 30,000-നും ഇടയ്ക്ക് വോട്ടുകളുണ്ട്. AP വിഭാഗം സമസ്തയ്ക്ക് 15,000-ലേറെ 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടുകളുണ്ട്. ആ 15,000-20,000 എപ്പോഴും LDF-ന് അനുകൂലമായിട്ട് തന്നെയാണ് പോവുക, അതിൽ ഭൂരിഭാഗം എന്ന് പറയാം. പക്ഷേ EK വിഭാഗത്തിൻ്റെ ആ വോട്ടുകൾ അത് സ്വാഭാവികമായിട്ടും UDF-ലേക്ക് വരേണ്ട വോട്ടുകൾ ഈ 2,500 വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉറപ്പാകുമ്പോൾ 25,000-ലധികം വോട്ടുകളുള്ള EK വിഭാഗത്തിൻ്റെ എത്ര വോട്ടുകൾ ചോരുമെന്ന് പറയാനാകില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2,500-ന് പകരം നഷ്ടപ്പെടുന്ന വർഷം 25,000 ആകും. അപ്പോൾ EK വിഭാഗത്തിൻ്റെ ഈ നേതാക്കൾ അവരുടെ പ്രധാനപ്പെട്ട നിലപാടും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറയുന്ന വെൽഫെയർ പാർട്ടിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. വെൽഫെയർ പാർട്ടിയെ അംഗീകരിക്കുന്ന രാഷ്ട്രീയക്കാരെയും അംഗീകരിക്കാനാകില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ വെൽഫെയർ പാർട്ടിയെ അംഗീകരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടിലാണ് അവരുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്നതാണ്. പക്ഷേ ലീഗ് തന്നെ മറികടക്കുന്നത് ഇത്തരത്തിൽ ലീഗിനെതിരെ സമസ്തയിൽ ഒരു വിഭാഗം എല്ലാ കാലവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ആളുകളുടെ ഭീഷണി മുൻപും ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലടക്കം ഇതിൻ്റെ വലിയ തോതിലുള്ളൊരു ഏകീകരണവും ഒക്കെ സംഭവിച്ചതാണ്. എന്നിട്ടും അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം മറ്റൊന്നാണ്, അതൊരു തരംഗമുണ്ട്. അപ്പോൾ ഈ ലീഗിൻ്റെ ഒരു ആത്മവിശ്വാസം ഇത്തരത്തിൽ സമസ്തയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കാം ഒരുപക്ഷെ ഈ ലീഗ് സമസ്ത വിഷയത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പവും അവർ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുമൊക്കെ ഉണ്ടായത്. പക്ഷെ അത് ഒന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടായില്ല. ഇടതുപക്ഷത്തിനൊപ്പം എന്നും നിലനിന്നിട്ടുള്ള EP വിഭാഗം നമുക്കറിയാം, അവരെപ്പോഴും അരിവാൾ ചുറ്റി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. AK വിഭാഗമാണ് മലപ്പുറം രാഷ്ട്രീയം അല്ലെങ്കിൽ മലബാർ രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ UDF-നൊപ്പം എന്നും നിൽക്കുന്ന ആളുകൾ. ഈ AK വിഭാഗം തന്നെ ഇത്തരത്തിലുള്ള അതിന് യുവജന സംഘടനകൾ തന്നെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചാൽ, നമുക്കറിയാം വെൽഫെയർ പാർട്ടി ഇങ്ങോട്ട് വന്ന് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കായിരുന്നു, ആരും അങ്ങോട്ട് പോയില്ല. പക്ഷെ ആ പിന്തുണ നിഷേധിക്കാനോ അത് വേണ്ട എന്ന് വെക്കാനോ ഒന്നും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നേതാക്കൾ തയ്യാറാത്ത സാഹചര്യമൊക്കെ ഉണ്ട്, അതുണ്ട്. പക്ഷെ അപ്പോഴും ലീഗിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണോ ഇത് എന്ന ചോദ്യമാണ്. ഈ സമസ്ത ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ വോട്ടുകൾ മാറാനുള്ള സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും മലപ്പുറത്തെ പുതിയ ഈ നിലമ്പൂരിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ. അവിടെയാണ് നമ്മൾ ഈ PV അൻവറിൻ്റെ സാന്നിധ്യത്തെ എടുത്തു കാണേണ്ടത്. ഇവിടെ നോക്കൂ, EK വിഭാഗത്തിൻ്റെ വോട്ടുകൾ അത് 25,000 ഉണ്ടെന്ന് നമുക്ക് കരുതാം. അതൊരു വലിയൊരു വിഭാഗം UDF-ന് അനുകൂലമായിട്ട് തന്നെ പോകുന്നതാണ്. പക്ഷേ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ കൈപ്പത്തിക്ക് അല്ലെങ്കിൽ ആരുടെ ഷൗക്കത്തിന് പിന്തുണയ്ക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർക്ക് മുമ്പിൽ മറ്റൊരു തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുകിൽ സ്വരാജ് അല്ലെങ്കിൽ അൻവർ എന്നുള്ളതാണ്. പക്ഷേ പരമ്പരാഗതമായിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യാത്തവരാണ് EK വിഭാഗത്തിലുള്ളവർ. അവർക്ക് അപ്പോൾ പിന്നീട് അടുത്തതായിട്ട് തിരിച്ചു വരായപ്പോൾ M സ്വരാജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, VBR അവിടെയുണ്ട്. സ്വരാജിന്റെ വാക്കുകളിലേക്ക്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ, ഈ പ്രത്യേക പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലല്ല, തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ
അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും, ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരവ്യക്തതയോ ഒരാശങ്കയോ ഞാൻ ബാക്കി വെച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയമാണ്, സ്ഥാനാർത്ഥിയാണ് എന്ന പരിമിതി എനിക്കുണ്ടായിട്ടുമില്ല. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബിസ്ക്കറ്റിന് രുചിയുണ്ടെന്ന് മറുപടി പറഞ്ഞ ആളല്ല ഞാൻ. അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. PDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം. എന്നാൽ എത്രയോ വർഷങ്ങളായി ശക്തമായ മതനിരപേക്ഷ നിലപാട് പറയുകയും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ. അതിനു മുൻപ് ഒരു UDFനെ പിന്തുണച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പുതിയതായി മതനിരപേക്ഷ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയാൽ അപ്പോൾ അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യും. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും സ്വീകരിക്കുകയും അത് പുലർത്തിപ്പോരുകയും ചെയ്യുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുതുമയില്ല, ഞങ്ങൾക്കതിലൊരു പ്രശ്നവുമില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? അതാണ് ചോദ്യം. അവരാ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോയോ? അവർ ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ഒരു ബഹുസ്വര സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങളുമായി അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഞാനതാ പറഞ്ഞത്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് എപ്പോഴും സുവ്യക്തമാണ്. വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവുമായിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല. അതാണ് ആ കാര്യത്തിലുള്ളത്. മുൻപ് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF സ്വീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോകളും അതുപോലെ ഈ പോസ്റ്ററുകളൊക്കെ പുറത്തിട്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. നേരിട്ട് പോയി ചർച്ച നടത്തി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലടക്കം അങ്ങനെയൊക്കെ അവർ പറയുന്നു. ആ പാർട്ടി തന്നെ രൂപീകരിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല, ആ നിലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരാളെ ആരൊക്കെ വന്ന് കാണുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ഒരു നിവേദനം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവലാതി പറയാനോ പോയി, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ് ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. പിന്നെ ഇവരുടെ നിലപാട് മുമ്പെന്തായിരുന്നു എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ വിഭാഗത്തെ ഓർമ്മയുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അധികമായില്ല എന്നും നമുക്കറിയാം. അന്നൊക്കെ അവർ സ്വീകരിച്ചിരുന്നത് ആളെ നോക്കി വോട്ട് ചെയ്യുന്നതായിരുന്നു, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ മറന്നുപോയോ? ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പൊളിറ്റിക്കലായ ഒരു നിലപാട്, തീർത്തും അരാഷ്ട്രീയമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ UDFന് വോട്ട് ചെയ്യും. ചില മണ്ഡലങ്ങളിൽ അവർ LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണാന്നും പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരുന്നു അവരുടെ ശൈലി. ഓരോ മണ്ഡലത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചില LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതിങ്ങനെ ഒരു പൊതു രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമൊന്നുമില്ല. ഇത് ആ നിലയിലല്ല പരിഗണിക്കപ്പെടുന്നതും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവർ പറയുന്നത്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എല്ലാ UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെയും മുന്നിൽ UDF ഘടകകക്ഷികളുടെ കൊടികൾ കെട്ടിയതിൻ്റെ ഇടയിൽ ഇവർ പോയിട്ട് ഇവരുടെ കൊടിയും കെട്ടി. അവരത് അഴിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പുതുമയില്ല, പുതിയൊരു കാര്യമില്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നോടുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിലൊരു കാര്യം ഞാൻ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അതിനൊന്നും ഇവരെയൊന്നും വിമർശിച്ചിട്ടുമില്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായി അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല എന്ന പൊതുവിമർശനം പറഞ്ഞു എന്നേ ഉള്ളൂ. അവരാർക്ക് പിന്തുണ കൊടുത്താൽ നമുക്കെന്ത്? അത് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലും വെൽഫെയർ പാർട്ടിയും LDFും ഒരു സഖ്യകക്ഷിയായി പ്രവർത്തിക്കുന്നുണ്ട്. സീറ്റ് ധാരണ മത്സരിക്കുന്നുണ്ട് പരസ്പരം മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ സീറ്റ് ധാരണയല്ലല്ലോ, പരസ്പരം ഏറ്റുമുട്ടി മത്സരിക്കുന്നത്. ഞങ്ങളുടെ മുന്നണിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു ഘടനയുണ്ട്. അത് LDF ആണ്.
ആ LDFൽ ഇത്തരത്തിലുള്ള ശക്തികളൊന്നുമില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പൊതുവായി സ്വീകാര്യതയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള വേറെ ചില ആരോപണങ്ങൾ വന്നിരുന്നല്ലോ. കോൺഗ്രസും CPM കൂടി ധാരണ ലീഗിനെ തോൽപ്പിക്കാൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രൂപപ്പെട്ടു വന്ന സഖ്യമൊന്നുമല്ല. CPMനും കോൺഗ്രസിനും യോജിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ചില പ്രത്യേക പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളോട് വിയോജിപ്പുള്ള കോൺഗ്രസ് ആശയഗതിക്കാരും ഇടതുപക്ഷ ആശയഗതിക്കാരും ഒക്കെ ഒരു മുകൾ തട്ടിൽ ആലോചിച്ച് രൂപപ്പെടുത്താത്ത ഒരു യോജിപ്പ് വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും അങ്ങനെ ഭാരവാഹിത്വമൊന്നും വഹിക്കാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും എല്ലാവരും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെയാണ് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലുണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി പൊതുവായി വലിയ പ്രാദേശിക വിപത്തായി ഉയർന്നു വരുന്നവർക്കെതിരായ തെരഞ്ഞെടുപ്പ് വികാരങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനെ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധമായോ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത്തരം വിഷയങ്ങളെയല്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും UDFൻ്റെ ഘടകകക്ഷികൾക്കിടയിൽ കൊടികെട്ടിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഞങ്ങളെ ഔദ്യോഗികമായി എടുത്തില്ലെങ്കിലും നാളെ എന്തെങ്കിലും നിങ്ങൾ എടുക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ്. അത് നമ്മുടെ അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ, നമുക്കതിൻ്റെ വസ്തുതകൾ മുന്നിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതിൽ നമുക്ക് വിരോധമില്ല. മതരാഷ്ട്രവാദവുമായി യോജിച്ചു പോകാം എന്ന് UDF തീരുമാനിച്ചു. ഈ വിഷയത്തിൽ അപ്പോൾ M. സ്വരാജ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക, അതായത് വെൽഫെയർ പാർട്ടി നേരത്തെ തന്നെ UDFന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയാണ് എന്നുള്ളതാണ്, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് സ്വരാജിന്റെ ന്യായം. അതേസമയം PDP ആകട്ടെ ഇത്തരത്തിൽ വർഷങ്ങളായി മതരാഷ്ട്രവാദവും വർഗീയതയും എന്ന് മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് പറയുമ്പോൾ PDPയുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങളത് സ്വീകരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ. ആരാണ് വർഗീയ കക്ഷി? PDP വർഗീയ കക്ഷിയാണോ, ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയാണോ എന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഏതായാലും അനുമോദ്, അതാണ് സാഹചര്യം. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ് അനുമോദ് തുടങ്ങിയ കാര്യത്തിലേക്ക് ഒന്നുകൂടി വിശദമായി തന്നെ ഈ മലബാർ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഈ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് കൃത്യമായി ആ വോട്ട് കണക്കുകളിലേക്ക് കൂടി പോയാൽ പ്രേക്ഷകർക്ക് അത് വളരെ കൃത്യമായി തന്നെ നിലമ്പൂർ രാഷ്ട്രീയം മനസ്സിലാവും. അതാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൽ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം 2,32,000 പേരാണ് പട്ടികയിലുള്ളത്. പക്ഷേ നിലമ്പൂരിലെ ഒരു ശരാശരി പോളിംഗ് 1,80,000 നിയമസഭയിൽ. ഈ നമുക്ക് കണക്ക് പരിശോധിച്ചത് 1,80,000 പരമാവധി കണക്കാക്കുന്ന പോളിംഗ്. അതിൽ തന്നെ UDFന്റെ പ്രതീക്ഷ 70,000-നും 80,000-നും ഇടയിലുള്ള ഒരു വോട്ടിംഗ് റേഞ്ചാണ്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരാം, ഏറെയും കുറഞ്ഞും വരാം. പക്ഷേ ഒരു 80,000-ഓളം വോട്ടുകളാണ് UDF കണക്കാക്കുന്നത്. അതിൽ തന്നെ പകുതിയോളം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് 40,000-ഓളം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് വരിക. LDFന്റെ ഭാഗത്ത് നിന്ന് 60,000-നും 70,000-നും ഇടയ്ക്കുള്ള വോട്ടാണ് കണക്കാക്കുന്നത്. ഈ വ്യത്യാസം, അതായത് ഏകദേശം ഒരു 5,000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ടിൻ്റെ വ്യത്യാസം LDFും UDFും തമ്മിലൂടെയുണ്ട്. അത് മറികടക്കുവാനാണ് സ്വതന്ത്ര പരീക്ഷണങ്ങൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനു പുറമെ BJPക്ക് ഒരു 13,000-ഓളം വോട്ടുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. SDPക്ക് 5,000-ഓളം വോട്ടുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ 20,000-നും 30,000-നും ഇടയ്ക്ക് വോട്ട് ഷിഫ്റ്റിംഗ് വരുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ നേരത്തെ ലീഗിനൊപ്പം നിൽക്കുന്നവരും അല്ലെങ്കിൽ ലീഗിനെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുന്നവരുടെയൊക്കെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ പിന്തുണ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് 2,500-3,000-നിടയ്ക്ക് വോട്ടുകളാണുള്ളത്. അതേ സ്ഥാനത്ത് പകരം സുന്നി വിഭാഗത്തിൻ്റെ ഏകദേശം 25,000-ലധികം വോട്ടുകൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് 10 ഇരട്ടിയോളം. ഈ 25,000 വോട്ട് പൂർണ്ണമായിട്ടും ഒരുപക്ഷെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൽ വലിയൊരു ശതമാനം വോട്ടുകൾ 10,000-നും 20,000-നും വോട്ടുകൾക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേവലം 2,500 വോട്ടിന് പകരം നഷ്ടപ്പെടുത്തുന്ന 20,000-ഓളം വോട്ടുകളായിരിക്കും UDF. ആ 20,000-ഓളം വോട്ടുകൾ ഒരുപക്ഷെ LDFന് കിട്ടണമെന്നില്ല. LDFന് കിട്ടാതിരിക്കാൻ കാരണം അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ വിഭാഗം വോട്ട് ചെയ്യുന്ന ഒരു രീതി കാലങ്ങളായിട്ട് ഇല്ല എന്നതുകൊണ്ടാണ് അവരുടെ നിലപാട് അതിന് ആ തരത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച് പോകുന്നതല്ല. അപ്പോൾ പിന്നെ ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അൻവറിലേക്ക് പോകാനുള്ള സാധ്യത, AP വിഭാഗത്തിലെ വലിയൊരു വിഭാഗം വോട്ടുകളും അൻവറിന് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്വരാജോ അൻവറോ ഈ രണ്ടോ തെരഞ്ഞെടുപ്പ് മാത്രമേ AP വിഭാഗത്തിന് മുമ്പിൽ ഈ ഘട്ടത്തിൽ AP വിഭാഗത്തിനും 15,000-ഓളം വോട്ടുകളുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേവലം 2,500 വോട്ടുകൾക്ക് വേണ്ടി എന്തിന് 25,000 വോട്ടുകൾ ഈ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന ചോദ്യമാണ്
കെ വിഭാഗത്തിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇത് ലീഗിനെ സംബന്ധിച്ച് ഈ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ലീഗിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അനുമോദം എടുത്തിരുന്നു. PM A സലാമാണ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PM A സലാമാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 സംസാരിച്ചത്. അതായത് ഈ സാമുദായിക സംഘടനകളുടെ നിലപാട്, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, സാമുദായിക സംഘടനകളുടെ നിലപാട് UDF വിജയത്തെ ഒരു തരത്തിലും തടയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് PM A സലാം ഉള്ളത്. ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചാൽ പോലും പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുന്ന, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മനംമാറ്റവും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. PM A സലാമിന്റെ വാക്കുകളിലേക്ക്. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവര് നിരുപാധികമായി UDFന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കണക്കിലെടുത്ത് UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം വേറെ ആരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ ലീഗിന്റെ വോട്ടുകളിൽ, ലീഗിന്റെ 2 മണ്ഡലങ്ങളിലും ഉണ്ടായ വോട്ടുകളിലുള്ള വർധനവ് ഈ വിഭാഗങ്ങൾക്ക്, സമസ്ത പോലെയുള്ള വിഭാഗങ്ങളുമായി വലിയ നിരന്തരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. സമസ്തയിൽ തന്നെ വലിയൊരു വിഭാഗം ലീഗിനോട് വിയോജിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നൊരു തെരഞ്ഞെടുപ്പാണ്. അന്ന് പോലും ഈ പ്രചരണങ്ങളൊന്നും ബാധിച്ചിട്ടില്ല വോട്ടിംഗ് പാറ്റേണിനെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ലീഗിന്, കോൺഗ്രസിന്, UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെ. തങ്ങളുടെ ആ ഒരു ബേസ് ഭദ്രമാണ് എന്ന ആത്മവിശ്വാസം തന്നെയല്ലേ ലീഗ് LDF പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴും പങ്കുവെക്കുന്നത്. രഞ്ജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ, പൊതു തെരഞ്ഞെടുപ്പിലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഭീഷണി, അതായത് സമസ്തയുടെ ഒരു വിഭാഗം ഒപ്പം നിൽക്കില്ല ലീഗിനെ എന്നുള്ള ഭീഷണിയെ ലീഗ് മറികടന്നത് വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിട്ടാണ്. അതാണ് ഇവിടെ വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിട്ട് ലീഗിന് മുമ്പിലുള്ളത്. അതായത് ഒരു വിഭാഗം പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അത് എല്ലാവരും അംഗീകരിക്കുന്ന സാഹചര്യം വരില്ല. മിക്കവർക്കും സ്വതന്ത്ര നിലപാടാണുള്ളത്. അത് ലീഗ് എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ഈ ലീഗ് സമസ്ത തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ലീഗ് രാഷ്ട്രീയമായിട്ട് സമസ്തയെ ഉപയോഗിക്കുന്നു, സമസ്തയെ അവരുടെ പോഷക സംഘടനയാക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് സമസ്തയിലെ വലിയൊരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ അത് ഈ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ലീഗിനെ എതിർക്കുന്നവരും അതേപോലെ എന്നാൽ കഴിവ് കാണിക്കട്ടെ എന്ന നിലപാടിൽ ലീഗ് നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മറ്റൊരു തലം കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു പോകേണ്ട മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. അത് 2 തരത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഒന്ന്, ഈ കേവലം ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് വെൽഫെയർ പാർട്ടിയെ UDF ഒപ്പം ചേർക്കുന്നു എന്ന് പറയാനാകില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായിട്ടുള്ള തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. മലപ്പുറം ജില്ലയിൽ, മലബാറിൽ പലയിടത്തും വെൽഫെയർ പാർട്ടിക്ക് ഓരോ പോക്കറ്റുകളിൽ സ്വാധീനമുണ്ട്. ഓരോ വാർഡുകളിലും അവർക്ക് ജയപരാജയങ്ങൾ നിശ്ചയിക്കാനാകും. അവർ പലയിടത്തും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി വേണം ഇത്തരം കാര്യങ്ങളിൽ UDF ഈ നിലപാടെടുത്തിരിക്കുന്നതെന്ന് വിലയിരുത്താൻ. അതേസമയം അവിടെയും നിർണായകമാവുന്നത് കെ വിഭാഗത്തിൻ്റെ പിന്തുണയാണ്. കാരണം അവർക്കും ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ ഓരോ പോക്കറ്റുകളിൽ നിർണ്ണയിക്കാനുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ സമസ്തയിലെ ഒരു വിഭാഗത്തോട് ലീഗ് പറയുന്നത് അവർ കാണിക്കാനുള്ള കരുത്ത് കാണിക്കട്ടെ, തെളിയിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. ഇതിൽ ഈ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞാൽ എത്രത്തോളം അണികൾ അതേപടി അംഗീകരിക്കുമെന്ന കാര്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ഭീഷണിയൊക്കെ മുൻപ് ഇത്തരത്തിൽ ഇതിനേക്കാൾ ഭീഷണി പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടും അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ലീഗിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേൺ അല്ല, ഒരേ രീതിയിലല്ല എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടിങ്ങിൻ്റെ. അതിൽ വിഷയങ്ങളും അതിൻ്റെ രീതികളൊക്കെ മാറും. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ലീഗിനെ എതിർക്കുന്ന, ലീഗിനെ ഭീഷണിപ്പെടുത്തുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദ തന്ത്രത്തിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലീഗ് അംഗീകരിക്കുന്നതിൽ എന്നുകൂടി നമുക്ക് വിലയിരുത്തണം. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നിലമ്പൂരിൽ ഓരോ ദിവസവും ഓരോരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയാണ്. അത് LDFനാണോ UDFനാണോ ഗുണം ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഏതായാലും സ്വരാജ് ഇന്നും ഈ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു, ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു. അരുണ്, സ്വരാജ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ പിന്തുണകളൊന്നും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണോ? PDP വർഗീയ കക്ഷിയല്ല, PDP മത രാഷ്ട്രവാദത്തോ പിന്തുണയ്ക്കുന്ന കക്ഷിയല്ല. ആ പിന്തുണ ഞങ്ങൾ സുമനസ്സോലെ എല്ലാ തരത്തിലും സർവ്വസ്മന സ്വീകരിക്കുന്നു എന്നും പറഞ്ഞു വെക്കുകയാണ് വീണ്ടും സ്വരാജ്. അരുൺ, തീർച്ചയായിട്ടും ഈ മതരാഷ്ട്രവാദം
ഉന്നയിക്കുന്നവരെയും അല്ലെങ്കിൽ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നവരുടെയും വർഗീയത പറയുന്നതിൻ്റെ വോട്ട് വേണ്ട എന്ന നിലപാട് തന്നെയാണ് എം സ്വരാജ് തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ സ്വീകരിച്ചത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുമുണ്ട്. പക്ഷേ PDPയുടെ കാര്യത്തിലാണ് അതിലൊരു വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ PDP നേരത്തെ എന്തായിരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ നോക്കേണ്ടത്. അവർ ആ നിലപാട് മാറ്റി. കഴിഞ്ഞ കുറേ നാളുകളായി വർഗീയ വിരുദ്ധ ചേരിയിലാണ് അല്ലെങ്കിൽ മതേതര ചേരിയിലാണ് PDP ഉള്ളത്. അവരുടെ മുൻകാല നിലപാടുകൾ ഒരുപക്ഷെ അത്തരത്തിലായിരുന്നിരിക്കാം. പക്ഷേ അവിടെ നിന്ന് അവർ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ അത്തരത്തിൽ മതേതര ശക്തികളെ പിന്തുണയ്ക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടവരാണ്. അവരുടെ നിലപാടും അതുതന്നെയാണ്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരെ ഒപ്പം കൂട്ടുന്നത് എന്നാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ വേണമെന്ന് പറയുന്നതാണ് സ്വരാജ് വ്യക്തമാക്കുന്നത്. ഏതായാലും UDFിൻ്റെ ഘടകകക്ഷിയായ ലീഗിൽ ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ മതേതരമായി ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായും ഒരു വർഗീയ കക്ഷിയായി UDF മാറുന്നു എന്ന ആരോപണമാണ് ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിച്ചത്. UDF എന്ന പേര് തന്നെ മാറ്റേണ്ട സമയമായി എന്ന് ഇന്നലെ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വലിയ ചർച്ചയായി മാറുകയാണ് മണ്ഡലത്തിൽ. അത് എങ്ങനെ ആർക്ക് ഗുണമാകും ആർക്കൊക്കെ ദോഷകരമാകും എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത വന്നേക്കാം. ഏതായാലും തങ്ങൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ അവർ മതേതരവാദികളും എതിർ ചേരിയിലേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ പറയുന്ന ഇരട്ടത്താപ്പാണ് ഇടതുമുന്നണിക്ക് എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കുന്നു, മതേതര വിശ്വാസികളുടെ വോട്ടുകൾ മാത്രം മതി, അല്ലെങ്കിൽ വർഗീയവാദികളുടെ വോട്ടുകൾ വേണ്ട എന്ന് അദ്ദേഹം ആദ്യ നിലപാട് ഇപ്പോഴും അതേപടി പറയുന്നുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും മലപ്പുറത്താണ്, നിലമ്പൂരിലാണ്. നിലമ്പൂർ രാഷ്ട്രീയം അങ്ങനെ കത്തിക്കാളുകയാണ്. തുടർ പ്രതികരണങ്ങൾ ഇത്തരം പിന്തുണകളുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകും. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് News18 വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയും പുറത്തുവിടും. ബാക്ക് ടു സ്റ്റുഡിയോ, അവിടെ ആര്യയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആര്യ കൂടുതൽ വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. അപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കുന്ന രാഷ്ട്രീയം കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് News18 ഇന്ന് നിലമ്പൂർ ഷോയിലൂടെ പുറത്തുവിട്ടത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരളത്തിന്റെ പുറം കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം 3ാം ദിവസവും തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടർന്നെങ്കിലും വിജയിച്ചിട്ടില്ല. തീപിടുത്തത്തിന് തീവ്രത കുറഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുന്നതാണ് പ്രതിസന്ധി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല, നിരന്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഇത് രക്ഷാദൗത്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അത് തീരത്തേക്ക് എത്തുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ്. ആര്യ, ശരിക്കും ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് തീ അണയ്ക്കാനുള്ള സാധ്യത വിദൂരത്താണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിലിപ്പോഴും അങ്ങേയറ്റം ദോഷകരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് 157 കണ്ടെയ്നറുകളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കാർഗോ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. 157 കണ്ടെയ്നറുകളിൽ അങ്ങേയറ്റം ദോഷകരമായ വസ്തുക്കളാണ്. അതായത് വെള്ളമായി ചേർന്നാൽ തീ പിടിക്കുന്നവ, ഘർഷണമുണ്ടായാൽ തീ പിടിക്കുന്നവ തുടങ്ങിയ, അതായത് വായുവുമായി പ്രതിപ്രവർത്തനം നടത്തിയാൽ തീ പിടിക്കുന്നവ തുടങ്ങിയ തരത്തിലുള്ള വസ്തുക്കളാണ് അതിലുള്ളത് എന്നുള്ളത്, ഏറെയും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദുഷ്കരമാണ്. ഈ തീ അണയ്ക്കുന്ന ശ്രമം തുടരുകയാണെങ്കിലും അത് അങ്ങേയറ്റം ദുഷ്കരമാണ്. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് സമീപത്തുള്ളത്. ഈ 5 വെസലുകൾക്കും കപ്പലിനടുത്തേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും കപ്പലിന്റെ ഉപരിതലത്തിലേക്ക് അത്യാവശ്യം ഉപരിതലം തണുപ്പിക്കുന്ന പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉപരിതലം തണുപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ അത് വലിയ തരത്തിലേക്ക് തീ പടർന്നു പിടിക്കാതെ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊസീജിയറും നടക്കുന്നുണ്ട്. മുകളിലൂടെ വെള്ളം തെറിപ്പിക്കുകയും അത്തരത്തിൽ ഈ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കപ്പലിന്റെ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിനൊപ്പം തന്നെ ഈ ആദ്യം മുതൽ കാണാതായിട്ടുള്ള 4 പേരെ
ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള ആദ്യഘട്ടം മുതൽ അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. ഈ 4 പേർ ആദ്യം ചാടിയ 18 പേർക്കൊപ്പം തന്നെ കടലിൽ ചാടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ തീയിൽ പെട്ടുപോയതാണോ, മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ, കടലിലേക്ക് പോയതാണോ, ഈ കാര്യത്തിലൊന്നും, അതായത് ജീവനുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിനുവേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരത്തേക്ക് കണ്ടെയ്നറുകൾ അടിയുന്ന ഒരു ആശങ്കയാണ് മറ്റൊന്ന്. അതായത് കൊച്ചി മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം നേവി അറിയിച്ചതനുസരിച്ച് കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള ഒരു പെരിമീറ്റർ ദൂരത്ത് നിർത്തി അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അത് പരാജയപ്പെട്ടു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നുള്ള സാഹചര്യം കൂടി വേണം കണക്കിലെടുക്കാൻ. കാരണം കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുകയാണ്. ഇനി അതിനുള്ള, അതായത് പലതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അത് മാത്രമല്ല, ഇനി തീ പിടിക്കാത്തതാണെങ്കിൽ പോലും അതിലുള്ള ഖരമാലിന്യങ്ങൾ കടലിൽ വർഷങ്ങളോളം കടന്ന് മറ്റ് പ്രതിപ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഹാനികരമായ തരത്തിലേക്ക് മാറുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് ഉള്ളത്. അതെ, അത്തരത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന പദാർത്ഥങ്ങളാണ് ആ കണ്ടെയ്നറുകളിലുള്ളത്. ഈ കണ്ടെയ്നറുകളിൽ ചിലത് കൊച്ചി തൃശ്ശൂർ തീരത്തേക്ക് അടുക്കും, അതിനുള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം അത് അത്തരത്തിൽ ഗുരുതരമായി തന്നെ നിലനിൽക്കുന്നു എന്നതും കൂടിയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. ഈ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ തട്ടിപ്പ് എങ്ങനെ നടത്തി എന്നത് മാത്രം തെളിഞ്ഞാൽ മതി. പക്ഷേ ഈ ഘട്ടത്തിൽ യുവതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലടക്കം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ ഇവർ ഒളിവിലേക്ക് മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണോ പുറത്തുവരുന്നത്? ആര്യ, കൃഷ്ണകുമാറിനെയും ദിയയെയും ഉൾപ്പെടെ അവരുടെ കുടുംബത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു കേസിലാണ് വിവാദങ്ങൾക്കൊടുവിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വലിയതുറയിലാണ്, തിരുവനന്തപുരം വലിയതുറയിലാണ്. വലിയതുറ സ്വദേശികളായ 3 വനിതകൾക്കെതിരെയാണ്, അതായത് ഈ ദിയയുടെ കവടിയാറിലെ ബൊട്ടിക്കിൽ ജീവനക്കാരായിരുന്ന 3 വനിതകൾക്കെതിരെയായിരുന്നു ഈ കേസ്. വിനീത, ദിവ്യ, രാധാകുമാരി, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നത്. ഇവരുടെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ പേരൂർക്കടയിലുള്ള ബാങ്കിലെ വിശദാംശങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിൽ 3 പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രായോഗികമായി ഒരു പ്രശ്നമുള്ളത്, ഇവർക്ക് 3 പേർക്കും നൽകിയിരുന്ന മാസ ശമ്പളവും ഇതേ അക്കൌണ്ടുകളിലേക്കാണ് എത്തിയത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ QR കോഡ് മാറ്റി സ്വന്തം അക്കൌണ്ടിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് 3 പേരും എത്ര തുക വീതം തട്ടിയെടുത്തിട്ടുണ്ട് എന്നറിയാൻ സമഗ്രമായ പരിശോധന വേണം. പക്ഷേ ഇത്രയും ഭീമമായ ഒരു തുക 3 പേരുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക്, അതായത് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഈ 3 പേർ, അവരുടെ അക്കൌണ്ടിലേക്ക് ഈ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അതിനിടയിലാണ്
വലിയതുറയിൽ ഈ 2 പേര്, അതായത് ഈ 3 പേരിൽ ഒരാളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതി പരാമർശം നടത്തി, അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ്, ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ മൂവരും ഉന്നയിച്ചത്. അതിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും 2 പേർ മൗനം തുടരുകയായിരുന്നു. അങ്ങനെയാണ് അവരെ തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വലിയതുറയിലുള്ള അവരുടെ വീടുകളിലെത്തിയത്. പക്ഷേ അപ്പോഴും അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും യാതൊരു പ്രതികരണവുമില്ല. പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇവർ മുങ്ങിയതായിരിക്കാമെന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ 3 പേർ, ഈ 3 യുവതികൾ, ഈ 3 ജീവനക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർ നീക്കങ്ങളുടെ ഭാഗമായി അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. അതോടൊപ്പം ഏതുവിധേനയും അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതോടൊപ്പം കൃഷ്ണകുമാർ ആദ്യം മുതൽ ആരോപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇതിനു പിന്നിൽ ഈ മൂവർക്കും പുറമെ മറ്റൊരാൾ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്, അതുകൊണ്ടാണ് 3 പേരും ഒരേപോലെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു. ദിയ ഉൾപ്പെടെ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. ആ വഴിയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം നീളുകയാണ്. ഡാൻ, ഇവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ദിയ ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങളുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരത്തിൽ ടാക്സ് അടയ്ക്കാൻ മടിയുള്ളതുകൊണ്ട് ഈ പേയ്മെന്റുകൾ സ്വന്തം ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എടുത്തുകൊള്ളാനും അത് പിന്നീട് നൽകിയാൽ മതി എന്ന് ദിയ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ യുവതികളും ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പോലീസ്? ഈ വാദങ്ങളുടെ മുന്നിയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇവർ ഈ ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ GST ഉൾപ്പെടെയുള്ള നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയത് എന്ന ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് അത് ദിയയ്ക്ക് CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പണം കൈമാറി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പണം കൈമാറുന്നതിന് വേണ്ടി ഈ തുക വിഡ്രോ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് കണ്ടെത്തട്ടെ എന്നായിരുന്നു ദിയ ഉൾപ്പെടെ ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ദൌർഭാഗ്യവശാൽ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പണം നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുകയായിരുന്നുവെന്ന് ഈ ആരോപണ വിധേയർ മുമ്പോട്ട് വെച്ച വാദം പൊളിച്ചടുക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണയുടെയും സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 66 ലക്ഷം രൂപ എത്തിയതിന്റെ രേഖകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരിൽ 2 പേർ, 3 യുവതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ ഇപ്പോൾ അവരുടെ വീടുകളിലോ മറ്റോ ഇല്ല എന്നുള്ള നിഗമനത്തിൽ, ഒരുപക്ഷെ ഒളിവിൽ പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. അടുത്ത 7 ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാവുകയാണ്. നാളെ മുതൽ വടക്കൻ കേരളത്തിലും 14-ാം തീയതിയോടെ മധ്യ കേരളത്തിലും മഴ കനക്കും. നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ഗംഗതട, പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം മുൻ വർഷങ്ങളിലെ പോലെ ഇത്തവണയും ജൂൺ ആദ്യ ആഴ്ച കാലവർഷം ദുർബലമാണ്. ജൂൺ 1 മുതൽ 8 വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം ഇത്തവണത്തെ കാലവർഷത്തിൽ 67% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്.
144.9 മില്ലി ലിറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 47.5 മില്ലി ലിറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ മെയ് 31 വരെ അതിതീവ്ര മഴ ലഭിച്ചിരുന്നു. വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. മഴ വീണ്ടും കനക്കുന്നതോടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായി. അമൃത് ഫാർമസി വഴിയാണ് കാത്ത് ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിയന്തര യോഗം ചേർന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തെളിഞ്ഞത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, എന്തായാലും ദിവസങ്ങളായി നീണ്ടുനിന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള രോഗികളെ വലച്ച ഒരു വിഷയമാണ്. അതിൽ പരിഹാരമാകുന്നു എന്നുള്ളത് ആശ്വാസം. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിലേക്ക് എത്തി? ആരാണ് ഈ രോഗികളെ ഈ വഴിയിൽ, ഈ പെരുവഴിയിൽ എത്തിച്ചത്? അവർക്ക് അവരുടെ ശസ്ത്രക്രിയകൾ കൃത്യസമയത്ത് നടക്കുന്നതിന് തടസ്സമായി ഇങ്ങനെ ഒരു പ്രതിസന്ധി ശ്രീചിത്രയിൽ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളായി നടക്കേണ്ടിയിരുന്ന 15ഓളം ശസ്ത്രക്രിയകളാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീചിത്ര ആശുപത്രിയിൽ വെച്ച് ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിലായിരുന്നു ഈ ഉപകരണങ്ങൾ അടിയന്തരമായി എത്തിക്കുന്നതിന് വേണ്ടി കരാർ കമ്പനിയുമായി വീണ്ടും ചർച്ചകൾ നടന്ന് ഇന്നലെ ധാരണയിലെത്തിയത്. HLL എന്ന ഇടനിലക്കാർ വഴിയായിരിക്കും ഈ ആശുപത്രി ഉപകരണങ്ങൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കുക. പ്രാഥമികമായി അമൃത് ഫാർമസി വഴി അടിയന്തരമായ ശസ്ത്രക്രിയകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ശ്രീചിത്രയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരാഴ്ചക്കകത്ത് മുൻഗണനാ ക്രമത്തിൽ ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളായി നടത്തേണ്ടിയിരുന്ന ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കുമെന്നും പറയുന്നു. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലഭ്യതക്കുറവുണ്ടായത് എന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന മറുപടി അവിടെ കരാറടിസ്ഥാനത്തിലായിരുന്നു 2023 മുതൽ ഈ ഒരു കമ്പനിയുമായി ശ്രീചിത്ര മാനേജ്മെന്റ് തന്നെ കരാർ ഒപ്പുവെക്കുകയായിരുന്നു. അതായത് ഒരു ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആശുപത്രി ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് അങ്ങനെ സ്വീകരിച്ചത്. അത് 2024 തുടർന്നു. 2025 ആയപ്പോൾ വീണ്ടും അതേ 2023 അതേ നിരക്കിൽ വീണ്ടും ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്ന മാനേജ്മെന്റിന്റെ ആവശ്യം അംഗീകരിക്കാൻ കമ്പനി തയ്യാറായില്ല. കാരണം അത് തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് കരാർ പുതുക്കണം, വീണ്ടും ടെൻഡർ വിളിക്കണം എന്നൊരു നടപടിയിലേക്ക് അവർ ആവശ്യത്തിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത്. അതായത് ഈ ഉപകരണങ്ങൾ നൽകാൻ ഈ കമ്പനി തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൂടുതൽ സാമ്പത്തികമായ ഒരു ലാഭം കമ്പനിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി അവരൊരു ബാർഗെയിനിങ് നടത്തിയതാണ്. ആ ബാർഗെയിനിങ്ങിലാണ് ഇവിടെ സാധാരണക്കാരായ രോഗികൾ ചികിത്സ തേടി അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർ വരെ വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണുന്നതിനായി ആദ്യമായി HLL എന്ന ഒരു ഇടനിലക്കാരെ നിർത്തിക്കൊണ്ട് HLL മുഖേന ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശ്രീചിത്രയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊരു നിശ്ചിത തുക മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ ഇടനിലക്കാരായതിനാൽ HLLന് നൽകേണ്ട ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. ഇനി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഇടനിലക്കാർ മുഖേന എപ്പോഴും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇടനിലക്കാരെ ഈ ആശുപത്രി ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശ്രീചിത്രയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രശ്നപരിഹാരമായിരിക്കുന്നു ശ്രീചിത്രയിൽ മുടങ്ങിപ്പോയ ശസ്ത്രക്രിയകൾ, മാറ്റിവെക്കേണ്ടി വന്ന ശസ്ത്രക്രിയകൾ. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും എന്നുള്ളത് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.